ഇൻട്രോയൊക്കെ എടുത്തുകൊണ്ട് ഇരുന്നപ്പോൾ ടീച്ചർ വിളിച്ചു, ദേ ഉമ്മക്കുട്ടി വരുന്നില്ലേ, സമയമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഞാനാണെങ്കിൽ ഇറങ്ങി ഓടുന്നുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നിഴൽ എന്നെക്കാളും മുമ്പിൽ ഓടുന്നുണ്ട്. ആര് ഫസ്റ്റ് എത്തും എന്നുള്ള മത്സരമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നടന്ന് നടരാജ് എക്സ്പ്രസ്സിന് ദേ അങ്കൻവാടി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്പലത്തിനോട് തൊട്ട് ചേർന്നൊരു സ്കൂളുണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് കേട്ടോ ഇപ്പോൾ അങ്കൻവാടി പ്രവർത്തിക്കുന്നത്. നമുക്ക് പുതിയൊരു അങ്കൻവാടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചെന്നപ്പോൾ ദേ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുമായിരുന്നു കേട്ടോ, രണ്ടാളും കൂടെ കൂടി. ഞാൻ ഇത്തമാരെന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കേട്ടോ വരത്തുള്ളൂ. അപ്പോൾ ദേ അവർ എല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്കൻവാടി ഇതാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടപ്പോഴത്തേനും ചെറുതായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്കൻവാടിയും പരിസരവും ഒക്കെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് ആണ് നമ്മുടെ അങ്കൻവാടി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീച്ചർമാർ ഇത് നല്ല മധുര പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ലപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ എന്താ പറയുക, അടുക്കളയിലേക്കാണ് കേട്ടോ കയറിയത്. അടുക്കളയിൽ കയറി ഞങ്ങളെല്ലാം സെറ്റാക്കിയപ്പോഴത്തേനും എന്തേ മെമ്പറും കുട്ടികളും അമ്മമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതേ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ എന്താ പറയുക, പരിപാടി ആരംഭിക്കായിട്ടോ, ഹോയ് ഹോയ് ഹോയ്. അപ്പോൾ അതേ ടീച്ചർ ഇതേ എല്ലാവർക്കും ആശംസ പറയുന്നുണ്ടായിരുന്നു. എന്താ പറയുക, കുഞ്ഞുങ്ങൾക്കിടെ മനസ്സിലൊരു തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയായിരിക്കണം ഈ ക്രിസ്മസ് ആഘോഷം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകളൊക്കെ നടത്തിയല്ലല്ലോ പറഞ്ഞു. പിന്നെ നമ്മുടെ മെമ്പറാണെങ്കിൽ നല്ല പാട്ട് പാടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ പ്രസംഗമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവർക്ക് ബോറടിക്കത്തില്ല. അതുകൊണ്ട് മെമ്പർ നല്ല പാട്ടുകളാണ് കേട്ടോ അവർക്ക് പാടിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളാകുമ്പോഴത്തേനും പെട്ടെന്ന് മുഷിയൂലോ. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നേ. കുട്ടികളുടെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പ്രസിഡൻറ്റ് കുട്ടികൾക്ക് ആശംസകളും ഒക്കെ നേർന്നുകൊണ്ട് പ്രസംഗം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ, കുഞ്ഞുങ്ങളായതുകൊണ്ട് ചെറിയ രീതിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ ആശംസകളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അമ്മമാർക്കൊരു ക്യൂസ് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പം അതിനുള്ള സമ്മാനമൊക്കെ കൊടുത്തിട്ട് പ്രസിഡൻറ്റ് കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിൽ മെയിനാണല്ലോ കേക്ക് മുറിക്കൽ. അങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് തിരക്കുള്ളതുകൊണ്ട് പ്രസിഡൻറ്റ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെമ്പറും പ്രസിഡൻറ്റും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പിന്നെ കേക്ക് മുറിച്ച് ഇതായതുകൊണ്ട് അവർക്ക് പിന്നെ അതാണല്ലോ ഇങ്ങനെ ടീച്ചറെ കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞ് കുട്ടികളിങ്ങനെ ടീച്ചറിൻ്റെ ചുറ്റും നടക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കേക്കൊക്കെ മുറിച്ച് നമ്മൾ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ അതേ മെയിനായിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടാണ് കേട്ടോ. ഭയങ്കര നൊസ്റ്റു അടിച്ചു കേട്ടോ എനിക്ക് ഈ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഇത് കണ്ടപ്പോഴത്തേനും. നമ്മൾ എന്താ പറയുക, പഠിക്കുന്ന കാലത്ത് ഒരുപാട് എന്താ പറയുക, ക്രിസ്മസ് ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സമ്മാനം എന്ന്, അതായത് നമ്മൾ ഒരു ഡിഗ്രി കാലഘട്ടത്തിൽ വരെ നമുക്ക് എന്താണ് സമ്മാനം എന്നറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണോ, അവരാണെങ്കിൽ അവരവരുടെ പൊതി തന്നെ ഇങ്ങനെ കിള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ധൃതി കൂട്ടുമായിരുന്നു, വേഗം ഒന്ന് കൈമാറുക, അല്ലെങ്കിൽ അവരിങ്ങനെ പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേ കുറച്ച് മുമ്പ് കാണിച്ചത് നമ്മുടെ ഒരു മെമ്പറാണ് കേട്ടോ, പഞ്ചായത്തിൽ മെമ്പർ. അപ്പം കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളതേ സമ്മാനമൊക്കെ കൈമാറുന്നുണ്ട്, ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുത്ത് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു കേട്ടോ. കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞിലേ ഓരോന്ന് പഠിപ്പിക്കും പോലെ ആയിരിക്കുമല്ലോ അവർ മുതിർന്ന് വരുമ്പോൾ, അതായത് വളർന്നു വരുമ്പോൾ അത് അവരുടെ കൂടെ വളർന്നോളൂ അല്ലേ. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് ഇനി ക്രിസ്മസ് എന്താണെന്ന് അവർക്ക് നല്ല ഓർമ്മയിൽ ഉണ്ടാവും അല്ലേ. പണ്ടത്തെ പോലെ ഒന്നുമല്ലല്ലോ, അവരുടെ ഓർമ്മകളെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇത് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയണേ അതിന്, നമ്മുടെ ഫോണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഓർമ്മയിൽ അതെപ്പോഴും ഇങ്ങനെ ഉണ്ടാവും അല്ലേ. നമ്മുടെ ഓർമ്മയൊക്കെ എന്താണ്, ഇച്ചിരി വളർന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ഓർമ്മയൊക്കെ ഇല്ലേ ഉള്ളൂ. എനിക്കങ്ങനെയാണ് കേട്ടോ. പക്ഷേ അതൊക്കെ നല്ല സുന്ദരമായ ഓർമ്മകളാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഓർമ്മകളാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളതേ ക്രിസ്മസ് ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, അവർ നിന്ന് തരത്തില്ല കേട്ടോ.
അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൈമാറി. ടീച്ചറൊക്കെ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ വിളിക്കുമ്പോൾ ഒരാൾ വരത്തില്ല, എല്ലാവരും കൂടെ എന്താ പറയുക, രണ്ടുപേരും കൂടെ നിൽക്കുമ്പോഴത്തേനും ഫോട്ടോ ശരിയാവത്തില്ല. അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷനൊക്കെ അടിച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ നമ്മളെ നോക്കുമ്പോഴത്തേനും കുറേ പേര് നോക്കത്തില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോകുന്നിടത്തുനിന്ന് ടീച്ചർമാർ പിടിച്ചുകൊണ്ടൊക്കെ വരുവാണ് കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പോയി തുടങ്ങിയായിരുന്നു. അന്നേരത്തേനും ആമിയമ്പാടിയും ഡാൻസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമിയമ്പാടിക്ക് കേക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.